ഹായ് ഡിയസ്, SJ ആണ്. ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടി തകൃതിയായി പഠനം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ ഇങ്ങെത്തിക്കഴിഞ്ഞു. മക്കളെ, 3 കാര്യങ്ങളാണ് നമ്മൾ ഇംഗ്ലീഷ് എക്സാമിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. 3 ഏരിയാസ്. ഒന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് തന്നെയാണ്. രണ്ടാമത് ഡിസ്കോഴ്സസ് ആണ്. എല്ലാ ഫോർമാറ്റുകളും നിങ്ങൾ പഠിച്ചു വെക്കണം. സ്പീച്ച്, അതുപോലെ പ്രൊഫൈൽ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ ഡിസ്കോഴ്സ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു വെക്കണം. മൂന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്രാമറാണ്. നേരത്തെ പറഞ്ഞ ഈ 2 സെക്ഷനെ അപേക്ഷിച്ച് ഗ്രാമറിന് കുറച്ച് അത്ര റേറ്റിംഗ് ഇല്ല എന്ന് പറയാം നമുക്ക് ഈ ഒരു +1-ൻ്റെയും +2-ൻ്റെയും ഇംഗ്ലീഷ് എക്സാമിനേഷന്. 10th സ്റ്റാൻഡേർഡ് പോലെ ഒരുപാട് ഗ്രാമർ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു രീതിയല്ല നമ്മുടെ +1-ലുള്ളത്. ഇവിടെ നമുക്ക് ആകെ ഒരു 20 മാർക്കിനാണ് ഗ്രാമർ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനുസരിച്ചിട്ട് മാറാറുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു വെയിറ്റേജ് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കില്ല. ഏതായാലും നമുക്കൊരു 20 മാർക്കിന് ഇവിടെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. കൊഹസീവ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. നെക്സ്റ്റ് വൺ ഇഫ് ക്ലോസ്, അതുപോലെ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എഡിറ്റിംഗ്. ഇത്രയും ഏരിയാസിനാണ് റീസെൻ്റ്ലി ക്വസ്റ്റ്യൻസ് ധാരാളമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയും മാർക്ക് പോവില്ല. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രിക്സും ടെക്നിക്സും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ആ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ ടോപ്പിക്ക് കൊഹസീവ് ഡിവൈസ്. ചിലപ്പോൾ ആളുകൾക്ക് കൊഹസീവ് ഡിവൈസ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ വാക്കുകളൊക്കെ. മോറോവ്, ബട്ട്, അല്ലെങ്കിൽ ആൻഡ്, ബിസൈഡ്സ്, ഫർദർ മോർ, ഓൾസോ, ഇൻ അഡീഷൻ ടു എന്നൊക്കെ പറയുന്ന വേർഡ്സ് കേട്ടില്ലേ. ഈ വാക്കുകൾ നമുക്ക് ബ്രാക്കറ്റിൽ നിന്നിട്ട് നമ്മളോട് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഈ വേർഡ്സ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഇതാണ് കൊഹസീവ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഗിവൻ ബിലോ ഇൻ ദ ബോക്സ് എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. Then a monstrous terror seized him. Dash his heart stood still. He could hear nothing. Dash it lasted only a moment. ഇതാണ് ചോദ്യം. 2 ഡാഷിലുള്ളല്ലേ. ഓപ്ഷനിൽ അവർ ബട്ട്, ദെൻ, ആൻഡ്, മോർ ഓവർ ഇത്രയാണ് തന്നിട്ടുള്ളത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. Then a monstrous terror seized him. ചാപ്റ്ററിലുള്ളതാണ്. ഹിസ് ഫസ്റ്റ് ലൈറ്റാണ്. ടെക്സ്റ്റ് വായിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും എന്താണ് ആൻസർ വരാമെന്ന്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. Then a monstrous terror seized him. പെട്ടെന്ന് അവനെ ഒരു ഭയം പിടികൂടുകയാണ്. ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. ആൻഡ് ആണ് അവിടെ ഓപ്ഷനിൽ വരുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ്, ഹി കുഡ് ഹിയർ നത്തിങ്. ഡാഷ് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെന്റ്. അവരൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ അത് കുറച്ച് സമയത്തെ നിലനിന്നുള്ളൂ അല്ലേ. ബട്ടാണ് ഇവിടെ. പക്ഷേ എന്ന് പറയുന്നത് ബട്ടാണ് ഇവിടെ. ഇങ്ങനെ കിട്ടും നമുക്ക്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു നല്ല പ്രാക്ടീസ് ആണ് വേണ്ടത്. അറ്റ്ലീസ്റ്റ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ല, ടെക്സ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുന്ന ആളാണെങ്കിൽ ആ ഏരിയ പിന്നെ ടെൻഷനേ വേണ്ട. കൊഹസീവ് ഡിവൈസ് നിങ്ങളുടെ കയ്യിലാണ് മാർക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. 3 കണ്ടീഷൻസ് ആണുള്ളത് അല്ലേ. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഏതാ 2024 മാർച്ച് റീസെൻ്റ്ലി നടന്ന മാർച്ച് എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണിത്. ഇഫ് ഐ ഹാഡ് ട്രൈഡ് അഗെയിൻ എന്നൊരു ഡാഷും തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫിൽ ചെയ്യണം. ഇഫ് ഐ ഹാഡ് ട്രൈഡ് അഗെയിൻ, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ. ഇവിടെ തേർഡ് കണ്ടീഷൻ ആണെന്ന് കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവണം. കാരണം ഹാഡ് ട്രൈഡ് എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് അല്ലേ. ഓപ്ഷൻസ് നിങ്ങൾ കണ്ടില്ലേ. ഐ കുഡ് സോൾവ് ദ പ്രോബ്ലം, ഐ കുഡ് ഹാവ് സോൾവ് ദ പ്രോബ്ലം, ഐ കുഡ് ഹാവ് സോൾവ് ദ പ്രോബ്ലം എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? സെക്കൻഡ് വൺ ആണ്. ഐ കുഡ് ഹാവ് സോൾവ്ഡ്. കുഡ് ഹാവ് വരണമെങ്കിൽ എന്താ കാരണം? അപ്പുറത്തെ കണ്ടീഷൻ എന്താ? ഇഫിൻ്റെ കൂടെയുള്ള വേർബിൻ്റെ മുമ്പിൽ ഹാഡ് ഉണ്ടാവണം. അതാണ് തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇഫ് ക്ലോസിൻ്റെ 3 കണ്ടീഷൻ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ 2024 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഈ ഒരു ചോദ്യം നോക്കാം. ഹസൻ അസിസ്റ്റഡ് ഡോക്ടർ ക്രോണിംഗ് ടു ഹെൽപ്പ് ദ പേഷ്യൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറയുന്നു ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒറ്റ മാർക്ക്. എങ്ങനെയാണ് നമ്മൾ എഴുതുക? നമ്മൾ ആദ്യം വേർബ് കണ്ടുപിടിക്കുന്നു. ഏതാണ്? അസിസ്റ്റഡ് ആണ് അല്ലേ. ഹസൻ അസിസ്റ്റഡ് ഡോക്ടർ AJ ക്രോണിൻ. ആരാണ് അസിസ്റ്റ് ചെയ്തത്? ഹസനാണ്. അപ്പോൾ ഹസനാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് കിട്ടി, വേർബ് കിട്ടി. ഇനി ആരെയാണ് അസിസ്റ്റ് ചെയ്തത്? ഡോക്ടർ ക്രോണിനെയാണ് അസിസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? ഡോക്ടർ ക്രോണിനിൽ തുടങ്ങണം, ഒബ്ജക്റ്റിൽ തുടങ്ങണം. ഇങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസ് എഴുതുക അല്ലേ. എ കാറ്റ് കിൽഡ് എ റാറ്റ്. എങ്ങനെയാണ് നമ്മൾ എഴുതുക? A rat was
കിൽഡ് ബൈ എ കാറ്റ് ആണ് നമ്മുടെ ആൻസർ. ഇതേപോലെ ദ ഡോക്ടർ ക്രോണിൻ അസിസ്റ്റഡ് എന്ന വെർബ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അസിസ്റ്റ് എന്ന് മാത്രം ഉള്ളായിരുന്നെങ്കിൽ ഈസ് ഉപയോഗിക്കും. ഇവിടെ അസിസ്റ്റഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് പാസ്റ്റ് ടെൻസ് ആക്കി വാസ് ആക്കി. ഡോക്ടർ ക്രോണിൻ വാസ് അസിസ്റ്റഡ്. അസിസ്റ്റഡ് തന്നെ V3 ഉപയോഗിക്കണമെന്നാണ് പാസീവ് വോയിസിൽ. അപ്പോൾ അസിസ്റ്റഡ് ബൈ ഹസൻ. ബാക്കിയൊക്കെ ക്വസ്റ്റ്യനിലുണ്ട് അതുപോലെ തന്നെ ടു ഹെൽപ്പ് ദ പേഷ്യൻസ്. അപ്പോൾ ഇത് ഒരു ടൈപ്പ് മാത്രമാണ് അല്ലേ. നേരത്തെ പറഞ്ഞ ഇഫ് ക്ലോസിലെ ഒരു ടൈപ്പ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നതും പാസീവ് വോയിസിലെ ഒരു ടൈപ്പ് മാത്രമാണ്. ഇതുപോലെ 6 ടൈപ്പ് വേറെ പഠിക്കാനുണ്ട്. സോ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഇത് അവരൊരു 2024 തന്നെ മാർച്ചിൽ ചോദിച്ചൊരു റീസെൻ്റ്ലി ചോദിച്ച ചോദ്യമാണ്. വെൻ ഐ ഗോ ടു ദ പാർട്ട് ഓഫ് ദ കൺട്രി ഐ ഷാൽ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു എന്ന് പറയുന്നു സേസ് ഗുപ്ത പറഞ്ഞു. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഒരു 3-4 സെൻറ്റൻസ് തന്നിട്ട് ഒറ്റയടിക്ക് നമ്മളോട് റിപ്പോർട്ട് ചെയ്യാൻ പറയാറുണ്ട്. SSLCയിലാണ് ഇത്തരത്തിലുള്ള 2 ഡയലോഗ് മാത്രം തരുന്ന ഒരു പരിപാടി ഉള്ളത് അല്ലേ. എന്നാൽ ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. സോ നമുക്കിത് തന്നെ പ്രതീക്ഷിക്കാം, നമുക്ക് എളുപ്പം ഇത് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക? യെസ്, മിസ്റ്റർ ഗുപ്ത സെഡ് ദാറ്റ്, അങ്ങനെയല്ലേ നമ്മൾ പറയാം അല്ലേ. മിസ്റ്റർ ഗുപ്ത സെഡ് അല്ലെങ്കിൽ ഇൻഫോംഡ് ദാറ്റ്, കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റാം. എന്താ ദാറ്റ് വെൻ അല്ലേ, വെൻ ഐ എന്ന് പറയുന്നത് ആരാണ്? ഹി എന്നാവൂലേ. വെൻ ഹി വെൻഡ്, ഗോ എന്ന് പറയുന്നതിനെ നമ്മൾ എന്താക്കി, വെൻഡ് എന്നാക്കി. വെൻഡ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ഹി ഷാൽ എന്ന് പറയുന്നതിനെ നമ്മൾ എന്താക്കണം, ഷുഡ് ആക്കല്ല വേണ്ടത്, മറിച്ച് കുഡ് ആക്കാണ് വേണ്ടത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ മാരത്തോണിൽ പറയും. ഓക്കെ, ഷാൽ എന്നത് പറയുന്നതിനെ അവിടെ എന്ത് ചെയ്യരുത്, ഷുഡ് ആക്കരുത്. കാരണം ഷുഡ് എന്നാക്കിയാൽ മീനിങ് മാറിപ്പോവും. വുഡ് എന്നാക്കണം. ഹി വുഡ് വിസിറ്റ് ഹെർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു ഹെർ. ബാക്കി മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഷാലിനെ നമ്മൾ എന്താക്കി, വുഡ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാണ്ട്, WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാണ്ട്, അതുപോലെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എഡിറ്റിംഗ്. എഡിറ്റിങ്ങിൽ ഒരു വർഷം ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ തരാണ്. ഐ ഷാൽ വർക്ക് ഫോർ എ ഇന്ത്യ. നിങ്ങൾക്ക് കാണാം ഈ ക്വസ്റ്റ്യൻ. ഐ ഷാൽ വർക്ക് ഫോർ എ ഇന്ത്യ തെറ്റാണ്. അവിടെ തന്നെ നമുക്ക് വായിച്ചാൽ കിട്ടും ആൻ ഇന്ത്യ എന്നാണ് നമ്മൾ പറയാം അല്ലേ. വവൽ സൗണ്ട്സിന് മുമ്പിൽ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ എ ഇന്ത്യ എന്നല്ല, എന്താണ് വരിക, ആൻ ഇന്ത്യ എന്നാണ് വരിക. വിച്ച് ദ പുവറസ്റ്റ് ഷാൽ ഫീൽ ദാറ്റ് ഇറ്റ് വാസ് ദെയർ കൺട്രി. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ആ രാജ്യം എങ്ങനെയുള്ളതാണ്? ദ പുവറസ്റ്റ് ഷാൽ ഫീൽ, ഏറ്റവും പാവപ്പെട്ടവന് വരെ തോന്നണം എന്താ, ഇറ്റ് വാസ് ദെയർ കൺട്രി എന്നാണ് അവർ തന്നത്. അവൻ്റെ രാജ്യമായിരുന്നു, അങ്ങനെയല്ലല്ലോ, അവൻ്റെ രാജ്യമാണ് എന്ന് അവന് തോന്നണം അല്ലേ. അപ്പോൾ അത് പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഹിസ് കൺട്രി എന്നാണ് വരുന്നത്. വാസ് എന്ന് പറയുമ്പോൾ അത് തെറ്റായിരിക്കും. ഇനി അതിന് വേറൊരു ഐഡിയയും കൂടി ഉണ്ട്. നമ്മളത് ആ വാസ് അല്ല ഈസ് ആണെന്ന് തിരിച്ചറിയാൻ സെൻറ്റൻസ് ആദ്യം തന്നെ കംപ്ലീറ്റ് വായിക്കാം. എന്നാൽ നമുക്ക് മനസ്സിലാവും ഏത് ടെൻസിലാണ് ഈ സെൻറ്റൻസ് ഉള്ളതെന്ന്. എന്ന് വെച്ചാൽ അതിന് കുറച്ച് ക്ലൂസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ സെൻറ്റൻസിലുള്ള ക്ലൂ വർക്ക് എന്ന് പറയുന്നത് വർക്ക്ഡ് എന്നല്ലല്ലോ, വർക്ക്ഡ് എന്നായിരുന്നുവെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് ആണ്, വർക്ക് എന്നാണെങ്കിൽ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ സെൻറ്റൻസ് തുടങ്ങിയത് പ്രസന്റ് ടെൻസിലാണ്, പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എന്താവില്ല, പാസ്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് അതിലെ മിസ്റ്റേക്ക് എന്ന്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ മിസ്റ്റേക്ക് കഴിഞ്ഞു. ഇനി ഇൻ ഹൂസ് മേക്കിംഗ് ദേ ഹാസ് എൻ എഫക്റ്റീവ് റോൾ. തെറ്റാണ്. ദേ ഹാസ് എന്ന് നമ്മൾ പറയൂല. കാരണം ദേ എന്ന് പറയുന്നത് പ്ലൂരലാണ്. ദേ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരില്ലേ, ദേ ഹാസ് പറയൂല, ദേ ഹാവ് എന്നാണ് പറയാം. ദേ ഹാവ്, ഹീ ഹാസ് അല്ലെങ്കിൽ ഷീ ഹാസ് എന്നാണ് നമ്മൾ പറയാം. ഹാസിലൊരു എസ് ഇല്ലേ, ഹാസിൻ്റെ കൂടെ ഒരു എസ് വരുന്നില്ലേ, എസ് ഫോർ സിംഗുലർ എന്ന് ആലോചിച്ചാൽ മതി. എസ്സിൽ അവസാനിക്കുന്നതൊക്കെ സിംഗുലർ ആയിരിക്കും. ഈസ്, വാസ്, ഹാസ്, ഡസ്, പ്ലേസ്, വാക്സ് എന്നൊക്കെ പറയുന്നത് എന്താ, സിംഗുലർ വെർബുകളാണെന്ന് ഓർത്തു വെച്ചാൽ അതൊരു എക്സ്ട്രാ ടിപ്പാണ്. അപ്പോൾ ഇത് മാത്രമല്ല എഡിറ്റിങ്ങിലുള്ളത്, ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് റൂൾസ്. ഈ ക്വസ്റ്റ്യനിൽ ഇത് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളൂ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഓരോ ടോപ്പിക്കിലും പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതെല്ലാം നിങ്ങളെ ഒരൊറ്റ ലൈവിനകത്ത് പഠിപ്പിക്കാനാണ് നമ്മൾ 9-ാം തീയതി കൃത്യം 7 മണിക്ക് നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാമറിലെ സകലമായ ടോപ്പിക്കുകളും നമ്മൾ പറയും. അതുപോലെ തന്നെ ഡിസ്കോഴ്സസ് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സിലൂടെയും ഒരു ഓട്ടപ്രദക്ഷിണം നമ്മൾ എന്ത് ചെയ്യും, നടത്തുന്നതാണ്. സോ ഇത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു മോർണിംഗ് ബൂസ്റ്റർ രാവിലെ കിട്ടും. അതോടുകൂടിയിട്ട് എക്സാമിലേക്ക് പോകുന്ന സമയത്തുള്ള ഒരു ലാസ്റ്റ് ഫൈനൽ ബ്രഷപ്പും കൂടെ കിട്ടുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, A+ലേക്കുള്ള ആളുകൾ തന്നെയായി മാറിയിട്ടുണ്ടാവും. സോ
See you there in the mega marathon. Thank you.